VS മുഖ്യമന്ത്രിയായി 5 വർഷക്കാലം ഇവിടെ ഭരിച്ച സെക്രട്ടേറിയറ്റിലേക്ക് അവസാന യാത്രയുടെ സമയത്ത് ഇവിടേക്ക് എത്തുകയാണ്. രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരുക്കിയിരിക്കുന്ന ഈ ദർബാർ ഹാളിൻ്റെ നടുവിലേക്ക് VSൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. VSൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്ന ആ പീഠം അവിടെ റോസാപ്പൂക്കൾ കൊണ്ടും മുല്ലപ്പൂക്കൾ കൊണ്ടെല്ലാം അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ പരിമിതമായ ആളുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ വിശിഷ്ട അതിഥികൾക്ക് മാത്രമേ ഇവിടെ ഇതിനകത്ത് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളൂ. അത് മുഖ്യമന്ത്രി, മന്ത്രിമാരും മുതിർന്ന നേതാക്കളും അങ്ങനെ വിശിഷ്ട അതിഥികളും മാത്രമായിരിക്കും. മറ്റുള്ളവർക്ക് ഇവിടെ 2 വശത്തായി, അതായത് ദർബാർ ഹാളിൻ്റെ ഒരു വശത്ത് കൂടി വന്ന് ഈ VSൻ്റെ ഭൗതിക ശരീരത്തിന് പൊതുദർശനം നടത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് ഈ 2 വശത്ത് കൂടി സെക്രട്ടറിയുടെ പിൻഭാഗത്തുകൂടി പുറത്തേക്ക് പോകുന്ന തരത്തിലാണ് ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം VSനെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് എത്രത്തോളം, VSനെ കാണാൻ വരുന്നവർക്ക് സെക്രട്ടേറിയറ്റ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ 2006 കാലം എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ മാധ്യമപ്രവർത്തന തുടക്കകാലത്ത് VS മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരുപാട് യോഗങ്ങൾ VS പങ്കെടുത്ത ഒരു സ്ഥലമാണ് ദർബാർ ഹാൾ. അവിടെ നിർണായകമായ പല യോഗങ്ങൾ, നിർണായകമായ പല തീരുമാനങ്ങൾ എടുത്ത സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്. കാരണം VSുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നവർ, VSനെ പല കാലഘട്ടങ്ങളിൽ VSനോട് പല ആവശ്യങ്ങൾ പല രീതിയിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴെല്ലാം അദ്ദേഹത്തിന് മുന്നിലേക്ക് വിഷയങ്ങൾ ഉയർത്തിയ വലിയൊരു ജനവിഭാഗം ഇന്ന് അദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെയെല്ലാം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെയുള്ള ജനവിഭാഗങ്ങൾ പലരും ട്രെയിനിലും പൊതുഗതാഗതത്തിനും അല്ലാതെ VS എന്ന അവർ നെഞ്ചോടിച്ച് ചേർത്ത കണ്ണകരളെ VS എന്ന് വിളിച്ച ആ വലിയ നേതാവ് VS വിടവാങ്ങി എന്ന വാർത്ത ഇന്നലെ 3:20 പുറത്തു വന്നതിന് ശേഷം കിട്ടിയ വാഹനങ്ങൾ കയറി തിരുവനന്തപുരത്ത് എത്തിയ പലരെയും ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ പുനലൂരിലെ വസതിയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ദർബാർ ഹാളിൽ തീർച്ചയായിട്ടും പ്രശാന്ത്, അങ്ങനെ കിട്ടിയ വാഹനങ്ങളിൽ കയറി തിരുവനന്തപുരത്തേക്ക് എത്തിയ ഒരുപാട് ആളുകളെ നമ്മളിവിടെ കണ്ടു.